ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് നമുക്ക് എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലായാലും നല്ല പഞ്ഞു പോലുള്ള ഇഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതോടൊപ്പം തന്നെ അടിപൊളി രുചിയിലുള്ള ഒരു ഇഡ്ഡലി കുറുമ കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഇഡ്ഡലി കുറുമ ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് രുചിയാണ് ഈ ഒരു കുറുമക്ക്. അപ്പം നമുക്ക് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ഈ ഒരു ഇഡ്ഡലി കുറുമയും തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പച്ചരി അളന്നെടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിൽ തന്നെ വേണം ഉഴുന്നും അളന്നെടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ 2 ഗ്ലാസ് പച്ചരി ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ നമ്മൾ പച്ചരി അളന്നെടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഭാഗത്തോളം ഉഴുന്നെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉഴുന്നല്ല എടുത്തിട്ടുള്ളത്, സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ദോശ ഉണ്ടാക്കുമ്പോഴാണ് ഉലുവ ഞാൻ ചേർക്കാറുള്ളത്. എന്നാൽ തണുപ്പ് സമയത്ത് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്തും ഉലുവ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റായി കിട്ടും. അതുപോലെ മാവ് വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നതായിരിക്കും. ഇനി ഈ പച്ചരിയും ഉഴുന്നും നല്ലതുപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഞാനിതിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചരി 5-6 വെള്ളത്തിൽ നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം. എന്നാൽ ഉഴുന്ന് 2-3 വെള്ളത്തിൽ മാത്രം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ പച്ചരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ തന്നെയാണ് പച്ചരി അരച്ചെടുക്കുന്നത്. അതുപോലെ ഉഴുന്നിലും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും 4-5 മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. പച്ചരി ഞാൻ കുതിർത്തിട്ട് പുറത്ത് തന്നെയാണ് വെക്കുന്നത്. എന്നാൽ ഉഴുന്ന് ഞാൻ വെക്കുന്നത് ഫ്രിഡ്ജിലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഇതുപോലെ ഉഴുന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ അരക്കുന്ന സമയത്ത് ഉഴുന്ന് ചൂടാവില്ല. അപ്പോൾ ഉഴുന്നിൻ്റെ കളറ് മാറില്ല, നല്ല വെളുത്ത നിറത്തിലുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഇത് അരക്കുന്ന സമയത്ത് ഉഴുന്ന് അരക്കുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി. എപ്പോഴും ഐസ് ക്യൂബ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് അരക്കുന്ന സമയത്ത് പുറത്തെടുത്താൽ മതിയാകും. പച്ചരി അടച്ചിട്ട് കുതിരാനായിട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ 5 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഉഴുന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് കുതിർത്ത അതേ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഉഴുന്ന് അരക്കുന്ന സമയത്ത് അത്ര ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരക്കണമെന്നില്ല, കുറച്ച് തരിതരിയായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ ഉഴുന്ന് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതാ കണ്ടല്ലോ, ഞാനിതിങ്ങനെ കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ അരക്കുന്ന സമയത്ത് ദോശ ഉണ്ടാക്കാനാണ് പ്ലാനെങ്കിൽ കുറച്ച് കൂടി വെള്ളം ചേർത്തിട്ട് ലൂസായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് പച്ചരി അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ച അതേ ജാറിലോട്ട് തന്നെ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരിയും അരച്ചെടുക്കുന്നത് കുതിരാനായിട്ട് വെച്ചിട്ടുള്ള അതേ വെള്ളത്തിൽ തന്നെയാണ്. അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് അവിലാണ്, വെളുത്ത അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്ത അവിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി നല്ല പൂ പോലെ വെളുത്തിട്ടുണ്ടാകും. അതല്ല ചോറ് വേണമെങ്കിൽ ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊന്നി അരിയുടെയൊക്കെ വെളുത്ത ചോറുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ഇഡ്ഡലി നല്ല വെളുത്ത പൂ പോലെ ഉണ്ടാകും. അങ്ങനെ ഞാനിവിടെ പച്ചരിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉഴുന്ന് ഒഴിച്ചിട്ടുള്ള അതേ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. കൈകൊണ്ട് ഇതുപോലെ 5-10 മിനിറ്റ് വരെ ക്ഷമയോട് കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ മാവ് വളരെ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായി കിട്ടുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണ്. ഞാനിത് അരച്ച് വെക്കുന്നത് ഒരു 9 മണിക്കാണ്, രാത്രി 9 മണിക്കാണ്. പിറ്റേ ദിവസം ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മാവ് നല്ലതുപോലെ തന്നെ ഫെർമെൻ്റായിട്ടുണ്ടാകും. ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ വെച്ചിട്ട് മാവ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിലും നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ നമ്മുടെ മാവ് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാകും, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മാവ് വെച്ചിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് അരക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നല്ല പുളിച്ച മാവായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്ര പുളിപ്പ് വേണ്ടാന്നാണെങ്കിൽ അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കണ്ട. ഞാൻ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള പുളിയേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. 2-3 മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട്. എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കാം.
നെയ്യ് പുരട്ടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ തട്ടിലും ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് നേരത്തേക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി തയ്യാറാവുന്ന സമയത്ത് ഞാൻ കുറച്ച് ദോശ കൂടി ചുടുന്നുണ്ട്. അതേ മാവ് കൊണ്ട് തന്നെയാണ് ദോശ ചുടുന്നത്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതേ കട്ടിയായിട്ടുള്ള മാവ് കൊണ്ട് തന്നെയാണ് ദോശ ചുടുന്നത്. അധികമൊന്നും പരത്തരുത്. ഇതുപോലെ ഇഡ്ഡലി മാവ് കൊണ്ട് ദോശ ചുടുന്ന സമയത്ത് അധികം ഇങ്ങനെ പരത്താതെ, തിന്നായിട്ട് പരത്താതെ കുറച്ച് മാത്രം പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള ദോശ കിട്ടുന്നതായിരിക്കും. ഒരു സൈഡൊന്ന് കുക്കായി വരുമ്പോഴേക്കും ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരിക്കും. ഈ സമയം കൊണ്ട് തന്നെ ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം റിമൂവ് ചെയ്തിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് ഇതിൽ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം. ആ ഒരു സമയത്ത് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനുള്ള ഇഡ്ഡലി കുറുമ തയ്യാറാക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണ്. അപ്പോൾ ഒരു പാന് ചൂടായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതാ സവാള ഇവിടെ നല്ലതുപോലെ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാത്തത്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് 6-7 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കാഷ്യൂ നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം, നല്ല ടേസ്റ്റാണ്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഏകദേശം 1/2 കപ്പ് അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല അടിപൊളി മണമാണ് ഇപ്പോൾ ഇവിടെ മുഴുവനും. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പെരിഞ്ചീരകവും തേങ്ങയൊക്കെ വഴന്ന് വരുമ്പം നല്ല മണമാണ്. അങ്ങനെ ഇതാ ഇതിവിടെ നല്ലതുപോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം. ചൂട് നന്നായിട്ട് പോയതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇത് അരച്ചതിന് ശേഷം ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് താളിക്കാനായിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2-3 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും 2 ഗ്രാമ്പുവും 1 ഏലക്കായും ഇട്ട് കൊടുക്കാം. സ്പൈസസ് അധികമൊന്നും വേണ്ട, ഈ ഒരു അളവ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നല്ല പഴുത്ത 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴുത്ത തക്കാളി തന്നെ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളി ഉടഞ്ഞ് കിട്ടുന്നതായിരിക്കും. നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഒട്ടും തന്നെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. തക്കാളിയിലെ വെള്ളം തന്നെയാണ്. നല്ലതുപോലെ തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെയും ഉള്ളിയുടെയൊക്കെ മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കുറുമയുണ്ടല്ലോ, ഇത് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു കറിയാണ്. അധികം ലൂസായിട്ടല്ല ഈ കറി ഉണ്ടാവുക, കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മുതൽ 3 കപ്പ് വെള്ളം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങ അരച്ചിട്ടുള്ള അതേ മിക്സിയിലോട്ട് തന്നെ 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള പാത്രം കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് ഇത് ഒഴിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതങ്ങനെ അധികം ലൂസായി പോവില്ല, കാരണം നമ്മൾ ഇതിലോട്ട് കാഷ്യൂ നട്ട്സും തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറി നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിക്കോളും. 2.5 കപ്പോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കശ്മീരി ചില്ലി പൗഡർ ഇല്ലയെന്നാണെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കണമെന്നില്ല, പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് തന്നെ മതിയാകും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം എത്രയാണെന്നുള്ളത്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം.
കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഈ കറുവാപ്പട്ടയും ഗ്രാമ്പും ഒന്നും ചേർക്കുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല രുചികരമായിട്ടുള്ള കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ രുചി. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. പ്രത്യേകിച്ചിട്ട് ഇഡ്ഡലിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ കുറുകി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ ഇഡ്ഡലിയും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത് ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. എത്ര തണുപ്പുള്ള കാലാവസ്ഥയിലും നമുക്കിതുപോലെ പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയാണ്. അടിപൊളി ടേസ്റ്റും മണവുമാണ്. നമ്മൾ നെയ്യൊക്കെ ചേർത്തത് കാരണം സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു കുറുമയും കൂടി ആകുമ്പം പറയണ്ട, അത്രക്കും അടിപൊളിയാണ്. അപ്പോൾ ഇനി അടുത്ത തവണ ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കുറുമ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ഇഡ്ഡലിയുടെ കൂടെയാണ് കൂടുതൽ ടേസ്റ്റ്. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.